ആദ്യമേ ഒന്ന് വെക്കുവാന്ന് ആരും അറിയണ്ട. ഫസ്റ്റത്തെ കട്ടള വെപ്പ് ഇതങ്ങ് ശരിയായാ മതിയായിരുന്നു. കൊടക്കരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാരം. കൊടക്കരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാരം. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം. അയ്യോ അല്ല, ഞാൻ ഇവിടെ പറഞ്ഞാടി ഇങ്ങോട്ട്. നമ്മളെ വീടിന്റെ കട്ടള 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 ദാണ്ട് ഇന്ന് കട്ടള കണ്ട. നീ പറഞ്ഞ കട്ടള വെക്കുമ്പോ ഇടാവുള്ള മാല മാല കണ്ട കണ്ട. സോമേശ്വരി വന്ന് സോമേശ്വരി ഒരു ഹായ് പറഞ്ഞേ. ഇതല്ലേ ചേച്ചി നമസ്കാരം. ഞാനാ കട്ടള. ഇവിടുത്തെ മേശിരിയെ 11:31 തന്നെ വെക്കും. നീ എന്തോ പറയുന്നേ? അല്ല ഞാൻ മേശിരി കട്ടള 11:37 തന്നെ വെച്ചിരിക്കും. ഒരുപാട് ക്ഷീണിച്ചല്ലോ. ചുമന്തരൊന്ന് പറയാൻ വേണ്ടി. ശരി ശരി. ഉറങ്ങല്ലേ ഉറങ്ങല്ലേ. ഇവിടെ 11:31 ഇത് വെക്കുന്നത്. ഇത് കണ്ടിട്ട് ഉറങ്ങാവൂ. ഞാൻ വിളിക്കാം കേട്ടോ. എവിടെ എങ്ങനെയെങ്കിലും വീട് എങ്ങനെയെങ്കിലും പണിയെടുത്തേ പറ്റത്തുള്ളൂ. എങ്ങനെ സംഘടിപ്പിച്ചു? ഞാൻ ലോൺ എടുത്തയാ. പെണ്ണുപിള്ളേ പെണ്ണുപിള്ളാരെന്ന് വെച്ചേ. ഞാൻ വീടിന്റെ കാര്യമായിരിക്കുന്നു. അതല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ചേരും അതുകൊണ്ട്. അതാണ്. അയ്യോ എന്റെ അമ്മാവന്മാർ ഉറപ്പിച്ചു തന്നെ. ഞാൻ പാവം പിടിച്ച് പെണ്ണാന്നേ. പിന്നെ കഴിഞ്ഞ ലീവിന് വന്നപ്പോ തന്നെ എന്നെ വീട്ടങ്ങ് പോകത്തില്ല. പിന്നെ രാത്രി ഞങ്ങൾ രണ്ടും കിടന്ന് ഉറങ്ങൂല്ലയോ. ഇപ്പോൾ ഉറങ്ങത്തില്ലെന്നേ. എന്നെ കുറുമ്പാന്നറിയാവോ? എന്ത് ചെയ്യണം? ആ DDT പൊടി ഇട്ടാ മതി. കുറുമ്പ് മാറാൻ. കുറുമ്പോ? കുറുമ്പിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറുമ്പെന്നല്ല പറഞ്ഞ കുറുമ്പെന്ന ഞാൻ പറഞ്ഞു. എവിടെ ജോലി? എവിടാ? ന്യൂസിലാൻഡ്. ന്യൂസിലൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ന്യൂസ് നോക്കി ഞാനിതൊന്നും കണ്ടില്ലല്ലോ. ന്യൂസിലുണ്ടെന്ന് പറഞ്ഞേ. ന്യൂസിലുണ്ടെന്നല്ല എന്റെ പെണ്ണുമ്പള ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൽ ന്യൂസിലാൻഡ് ആയിരുന്നു. ഇന്നലെ പിന്നെ മാറി ഇപ്പൊ കെനിയ. അയ്യോ അത് അറിഞ്ഞു വെച്ചോണ്ട് പിന്നെ കൊണ്ട് കയറ്റാവോ? എവിടാ? കെനിയാന്ന് പറഞ്ഞു. കെനിയല്ല കെനിയല്ല അവിടെ. കെനിയയിലോ? സംഭവം എന്ന് പറഞ്ഞാലേ അവിടെ ഇപ്പൊ രാത്രി 2 മണിയാ. കെനിയയിൽ തനിയെ ഉറങ്ങാതിരിക്കും. അവൾ ഇത് കണ്ടിട്ട് ഉറങ്ങത്തോളം എന്ന് പറഞ്ഞു. എന്തോ എന്റെ പണിയായിട്ട്. അയ്യോ അത് ചെയ്യണം. നല്ല ഇതാ കട്ടള കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ സാധനം? സൂപ്പർ അടിപൊളി കട്ടളയായിട്ട് ചെയ്യണേ. മക്കളൊന്നും ഇല്ലേ സാറിന്? അയ്യോ മക്കളുണ്ട്. ഒരു തിരുവോണത്തിനായിരുന്നു 2 പിള്ളേര്. 2 പിള്ളേരോ? ഓണത്തിന്റെ ഓഫർ ആയിരിക്കും. അതല്ല ഇരട്ട പിള്ളേര്. എന്നിട്ട് എന്ത് ചെയ്യും? മക്കളെന്ത് ചെയ്യും? 2 ഞങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അവന്മാര് ഹോസ്റ്റലിലും പെണ്ണുമ്പളെ കെനിയയിലും. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ. ഒറ്റക്കല്ല. നീ കൂടെ കാണുവോ? അല്ല ഇത് ഒറ്റക്കല്ല. ഇത് അതെന്റെ കാര്യം. അത് എടുത്താൽ കിട്ടാനകത്ത്. അല്ല നിന്റെ കൂടെ ഒരു ബംഗാളി ഇല്ലായിരുന്നോ പണിക്ക്? കഴിഞ്ഞ ആഴ്ച നിന്നതോ? ആ ബംഗാളി ഇപ്പൊ കണ്ട്രാക്കാ. കൊള്ളാം. അവൻ ജീവിക്കാൻ പഠിച്ചവനാ. അവൻ ജീവിക്കാൻ പഠിച്ച അവിടെ വന്ന് മലയാളം പാട്ട് പഠിച്ച് ഇപ്പൊ ഗാനമേള ട്രൂപ്പിൽ പോകുന്നുണ്ട്. നമ്മൾ മാത്രം ഇങ്ങനെ നടക്കുക. നീ ഒറ്റയ്ക്കാണ് ഇവിടെ പണിയുന്നത്? അല്ല നമ്മുടെ സുരേഷ് ഉണ്ടല്ലോ. സുരേഷ് വരുന്നുണ്ടോ? അവനെ ഞാൻ ഒരു സാധനത്തിന് പറഞ്ഞു വിട്ടേക്ക്. അവന് പോരും. നമുക്ക് എപ്പോഴാ സമയം? നമുക്ക് 11:30 കറക്റ്റ് സമയത്തിന് സാധനം വെക്കണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. 11:31 ഞാൻ എങ്ങനെ ഉണ്ട്? ആ വളശ്ശേരിക്ക് അച്ഛനെ കാട്ടി കേട്ടോ മൊണ്ണേ. എന്തോ പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കും. ഇവിടെ ആന നിപ്പണെന്ന് പറഞ്ഞാൽ ഓക്കെ. അവിടുത്തെ പുതിയ പണിക്കാരെ വേറെന്താന്ന് പറഞ്ഞേ? സുരേഷ്. നല്ല സെൽഫി എടുക്കണം. നിക്കണേ. ഈ പെണ്ണുങ്ങളെ അയച്ചു കൊടുക്കാനാ. സെൽഫിയാ? ഇതെന്തുവാ? അന്നലെ കട്ട കയ്യിലേ കട്ട വീണ് ചതഞ്ഞ. എന്റെ പെണ്ണുങ്ങളെ കാണിക്കുന്നത് മാറ്റിപ്പിടി. നോക്ക് അങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഇതിനകത്ത് നോക്കുന്നുണ്ടോ എനിക്ക് അറിയണ്ടേ? നോക്ക്. അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ടോ? അയച്ചോട്. നമ്മുടെ കട്ടള എങ്ങനെയുണ്ട്? മൂത്ത തേക്ക. അയ്യോ പ്ലാവാ. പ്ലാവല്ലേ? മൂത്ത പ്ലാവാ. പ്ലാവിന് അങ്ങനെ മൂത്തത് ഇളയതൊക്കെ ഉണ്ട്. ഇളയനാ കോട്ടയത്ത് കെട്ടിച്ചേ. പ്ലാവ് എന്ന് പറഞ്ഞാൽ നല്ല കാതലുള്ള തടിയാണെന്ന്. ഞങ്ങൾ വടശ്ശേരിക്കലെ പണിക്ക് പോയില്ലയോ? അവിടെ എന്തോ മൊത്തം തേക്കായിരുന്നില്ലോടാ. പിന്നെ അവരുടെ കട്ടില് കട്ടള, അവരുടെ ഫർണിച്ചർ മൊത്തം കട്ടള, മേൽക്കൂര കട്ടള, ഇരിക്കുന്ന സ്റ്റൂളില്ലയോ അതുവരെ കട്ടളയാ. എന്തോ പറയുന്നത്? മൊത്തം തേക്കാന്നെങ്ങാണ്ട് പറയുവാ. ബംഗാളി തന്നെ പോരായിരുന്നു സത്യം പറഞ്ഞ. അപ്പൊ മതിയായിരുന്നു. സത്യം പറഞ്ഞ കഴിഞ്ഞ മാസം മൂലം ഞാൻ സോമനെ വിളിച്ചോണ്ട്. കഴിഞ്ഞ മാസം വിളിച്ചിട്ട് ഫോണിൽ പോലും കിട്ടുന്നില്ല. അന്നാണെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം. അപ്പൊ സാറല്ലോ സുരേഷ് ഒന്നും അറിയാത്ത പോലെ. ഞാൻ ഇറ്റലിയിലല്ലായിരുന്നോ? ഇറ്റലി പോയോ? അതറിഞ്ഞില്ലയോ? എന്റെ ഈ ലോക അത്ഭുതങ്ങളിൽ ഒന്നല്ലേ പീസാ ഗോപുരം ചരിഞ്ഞിരിക്കുന്നത്. അത് നേരെ ആക്കണം. വിളിച്ചോ? എന്നെ വിളിച്ചു. പ്രസിഡന്റ് ജോസ്കോയോ? അങ്ങനെ തടത്തിൽ ജോസ്കോ അങ്ങനെ. ഈ പുള്ളി എന്നെ വിളിച്ചെന്ന് പറഞ്ഞ അവര് നെറ്റിൽ നോക്കി ഇങ്ങനെ ആരുണ്ട് നല്ല മേശരിമാരാണ്. ഗൂഗിളിൽ അടിച്ചപ്പം അതിന് ഗൂഗിളിൽ കാണിക്കുന്നുണ്ടാ കേരള സോമൻ കേരള എന്നെ വിളിച്ചു. ഞാനെന്താ പിറ്റേ ദിവസം പോകണ്ടേ? മൂത്ത ചേർക്കനെ പാന്റിന്റെ അരവണ്ണം ഒക്കെ കുറച്ച് സുരാടെ മോന്റെ ബെൽറ്റ് മേടിച്ചു. ഞാനിട്ട് രാവിലെ ഫ്ലൈറ്റ് കയറി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഇങ്ങനെ നിൽക്കുവാ. പിസാഗോപുരം ചരിഞ്ഞിരിക്കുവാ.
ഞാൻ ചെന്ന പാടെ എന്താണെന്നറിയാ ചോട്ടിലെ മണ്ണങ്ങ് മാന്തി മൊത്തം അങ്ങ് മാന്തി മാന്തി അടി ചെന്നപ്പോ ഇത്രേ ഒരു കല്ലിന്റെ പുറത്തിരിക്കും ഈ സാധനം. ആ കല്ല് മുറ്റി അത് മാറ്റിയ ദൂരാന്ന് കേസേ ഉള്ളൂ. മാറ്റിയോ? അതല്ലേ രസം. ഞാൻ തിരിച്ച് മണ്ണിട്ട് മേളിൽ കയറി പോകും. അതെന്നാ പരിപാടി കാണിച്ചേ? എടാ ഞാൻ താഴെ ചെന്നപ്പോ ഈ കല്ലേല് ഒരു ചൈനക്കാരൻ പച്ച മലയാളത്തിൽ എഴുതി വെച്ചേക്കോ മെയ്ഡ് ഇൻ ചൈനയിൽ. ചൈനയുടെ സാധനം നമ്മൾ തൊടുവോ? ഇന്ത്യക്കാർ തൊടാൻ പാടില്ല. അപ്പൊ ഞാൻ അതുപോലെ മൂടി ഞാൻ മേളിൽ കയറി വന്നു. അത് തന്നെയുമല്ല, ഞാനായിട്ട് എന്തിനാ ഒരു അത്ഭുതം ഇല്ലാതാക്കുന്നത്? ആ കഥയും വിശ്വസിച്ചിരിക്കുക. ഓ ആ ഇറ്റലി കൊണ്ടത് ചുറ്റയും കേട്ടോ പറഞ്ഞ ഇത്ര മിറ്റിലടിക്കാനാ. കയ്യിൽ നിന്നിട്ട് കളിക്കണ്ട, അധികം കളിച്ചാ പുള്ളി പോക്കും. ഞാൻ പണിയട്ടെ. ആ പണി തോന്നി. സത്യം പറഞ്ഞാ എനിക്ക് ചായ ഇടാൻ അറിയത്തില്ല. വേണ്ട. 9 മണിക്ക് വേലക്കാരി വരും. അവളായിരുന്നു ഇവിടെ ചായയൊക്കെ ഇടുന്നത്. അവള് ചായ ഇട്ട ഭയങ്കര കൈപ്പുണ്യാ. പക്ഷെ കുറച്ചു മുമ്പ് എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ അവള് വരത്തില്ലെന്ന്. ചീപ്പ് താഴെ ഇടും. വരത്തില്ലേ? എനിക്ക് പിന്നെ ചായ ഇടാൻ അറിയത്തില്ല. ചൂടുവെള്ളം മതി. ചൂടുവെള്ളം മതി. ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി. ചൂടുവെള്ളം സാറ് എളുപ്പം കൊണ്ടുവരണേ. പിന്നെ ചൂടുവെള്ളം ഇടുമ്പോഴേ ഇച്ചിരി തേയിലയും പഞ്ചസാര കൂടി ഇട്ടോ. അതായത് കട്ടൻ ചായ അല്ലേ? കട്ടൻ ചായ വേണ്ട. വേണ്ട. ഇച്ചിരി തേയിലയും പഞ്ചസാര ഇട്ട് ചൂടുവെള്ളത്തിലേ. മധുരം വേണ്ട. ഒരാൾക്ക് വിത്തൗട്ടേ. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു? ഭയങ്കര രസമാ. പുള്ളി പൈസയെ നമ്മുടെ ശമ്പളം ജീപ്പിൽ ഇടുന്നാ പറഞ്ഞേ. പുള്ളിയുടെ ജീപ്പ് അവിടെ കിടപ്പിട്ട് പുറകെ പോയി ഇടക്കിടക്ക് നോക്കണം. കേട്ടോ, രാവിലെ ഞാൻ ഛർദ്ദിക്കാൻ വരുവാ. നിനക്ക് ഛർദ്ദിക്കാൻ വരുന്നോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, മുട്ടയും പൊറോട്ടയും കൊണ്ടുവന്നു കഴിച്ചാലോ? ഈ ഛർദ്ദിക്കാൻ വരുന്നതിന്റെ കൂടെ പൊറോട്ട മുട്ടയും കൂടെ തിന്നാനോ? എന്നാ ഇവരൊക്കെ വലിയ പണക്കാരൻ വീടല്ലേ? ഇവിടെ വന്ന് നമ്മൾ മുറ്റത്ത് വന്ന് ഒന്നും ഇല്ലാതെ കാറ്റ് മാത്രം ഛർദ്ദിച്ചു നോക്കുന്ന നാണക്കേടല്ലയോ? നമ്മുടെ ഇല്ലായ്മ നമ്മൾ അറിയിക്കരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പൊറോട്ട കഴിക്കാം. അങ്ങനെയാണെ ഒരു കാര്യം എനിക്കൊരു താളാവേ. എനിക്കൊരു താ. അതല്ലേലും ഓസാണല്ലോ എല്ലാ ദിവസവും. കാണിച്ച് എങ്ങനെയുണ്ട് പൊറോട്ട? എവിടെ മേടിച്ചേ? ഞാൻ രാജുവണ്ണന്റെ കടയിൽ നിന്നാ വാങ്ങിച്ചേ. രാജുവിന്റെ കടയിൽ നല്ല സാധനം. ആഹാ, അടിപൊളി പൊറോട്ടാണടാ. ഉള്ളി എന്തിയെ? ഉണ്ണി ഇപ്പൊ അവന് അവിടെ ഇല്ല, കടയിലില്ല, പോയെന്ന് തോന്നുന്നു. മൊട്ടയുടെ ഉണ്ണി എന്തിയെന്ന്? മുട്ടയുടെ ഉണ്ണി അത് ഞാൻ ആ മുട്ട കിട്ടിയപ്പോഴേ അവിടെ വെച്ചാ കഴിച്ചു. എടാ ഫോൺ അടിക്കുന്നത് ഇതാ ജോണ്. ലോണല്ല ലോണ്. അണ്ണ ഇപ്പൊ എന്തോ പറയണ? അവന് ലോണ് കഴിഞ്ഞ ദിവസം തൊട്ട് വിളി. എന്റെ പൈസ ഇല്ല കൊടുക്കാൻ. ഇത് കാണില്ലേ? ഇതിന്റെ അടവ് കാണിയില്ലേ? അടവ് ഞാൻ കാണിക്കാൻ. ലാസ്റ്റ് അടവാ ഇത്. ഹലോ സാറേ, പനിയാ സാറേ. പനിയാ. ഞാന് പണിക്കൊന്നും പോയിട്ടില്ല. അയ്യോ ഭയങ്കര പനി. അല്ല 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 തരാം തരാം, 2 ദിവസത്തിനുള്ളിൽ തരാം. സെറ്റായോ? സെറ്റായി. സെറ്റായോ? ഞാൻ ഇതുപോലായിരുന്നു. വെയിറ്റ് ഷർട്ടിൽ നിന്ന് ഇപ്പൊ കടന്ന് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. അതല്ലേ നീ കാണിച്ചപ്പോ ഞാൻ മൈൻഡ് ചെയ്യാൻ. നിനക്ക് എന്തോ ഇന്നത്തെ ശമ്പളം വേണമെന്ന് പറഞ്ഞ എന്തിനായിരുന്നു? ഇനി ശമ്പളം വേണം. എന്തുവായിരുന്നു സംഭവം? മാർക്കോ ഫ്രാൻസിസിന് കൊടുക്കാനാ. ഇന്ന് തന്നെ തരണം. മൈക്രോ ഫിനാൻസ് അതെന്നാ കഴിഞ്ഞ ആഴ്ചത്തെ കൊടുത്തു. ഇത് മാക്രോ ഫ്രാൻസിസ് ഞങ്ങളോട് വരുന്ന ബ്ലേഡുകാരന്റെ പേരാ. അപ്പൊ അവിടെ ഉണ്ട് കാണാൻ. പിടിച്ചേ. ആ ചായ ഉണ്ടോന്ന് പിടിച്ചേ. നല്ല ചായ. ആരാന്ന് ഇട്ടേ? ഞാനായിട്ടെ ആദ്യമായിട്ട് ഇട്ടേ. കുടിച്ചു നോക്കിയേ. ഇതൊരു മധുരമില്ല. വിത്തോട്ടല്ലയോ വെച്ചേ? അതിന് അതാണ് എന്റെ മണ്ടക്കയറാൻ നിൽക്കുന്നത്. എടാ വിത്തോട്ടെന്ന് പറഞ്ഞാൽ മധുരമില്ല. ഞങ്ങളോടൊക്കെ വിത്തോട്ടില്ല, നല്ല മധുരം ഇട്ടല്ലോ തരുന്നത്. അപ്പൊ അതൊക്കെ അറിയാൻ വയ്യ. നീ കുടിക്കണ്ട. നീ ഒന്ന് നീ ഈ പുള്ളിക്കാരൻ്റെ കൂടെ എത്ര നാളുണ്ട് പണിക്ക്? ഞാൻ 7 വർഷമായിട്ട് പുള്ളിയല്ലേ എന്നെ പണി പിടിപ്പിച്ചത്. ആണോ? എങ്ങനെയുണ്ട് പുള്ളിയുടെ പണി? എങ്ങനെ ഉണ്ടെന്ന്? പുള്ളിയുടെ കത്ത കെട്ട് ചിലപ്പം ചരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും. പക്ഷെ തേപ്പ് കറക്റ്റ് ആയിരിക്കണം. തേപ്പിന് അടിപൊളി. അത് മാത്രം ശരിക്കും മതിയല്ലോ. അത് കറക്റ്റ് ആയിരിക്കണം. അത് കറക്റ്റാ. അതാകണം. പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് അറിയാവോ? സാറേ അത് ഒരു കാര്യം, എനിക്ക് പാസ്പോർട്ട് ഇല്ല. അതിൽ തന്നെ ഇത്രയും ദൂരെ പോയി നമ്മൾ ഒരു ചെയ്യാൻ വേണ്ടി എന്തുവാ ഇല്ല യൂറോപ്പിലെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ സാറ് പറഞ്ഞു. എടാ യൂറോപ്പിലല്ല. എടാ നമ്മള് കഴിഞ്ഞ ശാന്തമ്മ ടീച്ചറിന്റെ അവിടെ യൂറോപ്യൻ ക്ലോസറ്റ് കുഴിച്ചിട്ടിട്ട് അവരെ അതിന്റെ പടിക്ക് പറഞ്ഞു വിട്ടില്ലയോ? 2 അടി കുഴി എടുത്തിട്ട്. അതുപോലെ ഇവിടെ കുഴിച്ചിടണം. അത് ഇവിടെയും കുഴിച്ചിടണോ? അതല്ലേ ഞാൻ പറഞ്ഞു. അത് ചെയ്യാൻ സാറേ. ഒരു മിനിറ്റ് ടീച്ചർ. ടീച്ചറെ പറഞ്ഞോ ടീച്ചറെ. ആണോ? അയ്യോ അല്ല കുഴപ്പമില്ല, ശരിയാ. ശരി. പിന്നെ നനയ്ക്കാം. നമ്മളിതിലെ ടീച്ചറിന്റെ അവിടെ ചിമ്മിനി വറക്കാൻ പോയില്ലയോ? ആ വാർത്തന്റെ മണ്ടയ്ക്ക് വെക്കാനുള്ള കമ്പി നെറ്റ് അടിച്ച് കെട്ടിയില്ലയോ? അതാ തെങ്ങ ചാരി ഇരിപ്പുണ്ടെന്ന്. മേശരി എന്തോ പറഞ്ഞു അവരോട്? ഞാൻ പറഞ്ഞു അത് സാമ്പിൾ കെട്ടിയത്, ഒറിജിനൽ മണ്ട ഇരിപ്പുണ്ട്. നോക്കേ
ഇനി നീ ആ വഴിക്ക് പോകല്ലേ കേട്ടോ. ഞാൻ പോകത്തില്ല. സോമേഷ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തുവാ? പെണ്ണുമ്പളെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കട്ടള വെക്കുമ്പോ മാല ഇടണമെന്ന്. പറഞ്ഞോ? മറക്കല്ലേ അത് സംഭവം. ആണോ? എന്നാടാ ആരെ കേട്ടോ. വലുതിങ്ങ എന്താണ് ഇവിടുത്തെ ഇങ്ങനെ ചടങ്ങ്? ഓരോരുത്തടത്ത് ഓരോ രീതിയാ. വേറെ കാര്യം പറയട്ടെ. 2 ഫില്ലർ വേണം. 2 ഫില്ലർ. അവിടെ ഒരു ഫില്ലർ വേണം, ഇവിടെ ഒരു ഫില്ലർ വേണം. അവിടെ വേണോ? 2 ദാണ്ടേ ഈ ഉയരത്തിലായിരിക്കണം. അത്ര വരുത്. ഈ സുരേഷ് ചിലപ്പോ ഇവനെ അങ്ങ് വേണ്ടെന്ന് വെച്ച് കളയും ഞാൻ. അതില്ലേ നല്ലത്. എവിടെ എത്ര ഹൈറ്റ്? ഈ ഹൈറ്റ് ഇതൊന്ന് ചവിട്ടി പിടിച്ചോ. എത്ര ഇതാണോ? ഇത് സുരേഷേ ആ പെൻസിലിങ് എടുത്തടാ. ഇവിടെ അല്ലേ? പിന്നെ എവിടെ പില്ലറ? അവിടെ അപ്പുറത്തോ? അനങ്ങാതോ. ആ ഇവിടെ അച്ഛൻ ചവിട്ടിക്കോ. സുരേഷ് ആ പെൻസിലിങ് എടുത്തടാ. കൊണ്ടുപോ. എവിടെ? അങ്ങേ സൈഡ് കാണിച്ചു. ഇവിടെ വരച്ചു. ഇങ്ങേ സൈഡ്. സാറേ മുടി അങ്ങോട്ടൊന്ന് മാറ്റി. മുടി കൊള്ളാം. 2 പില്ലറേ. 2 ഫില്ലർ. പിന്നെ ഒരാഴ്ചത്തേക്ക് തല നനയ്ക്കരുത്. എന്താ ഇത് പോകും. അളവ് മാറിപ്പോത്തില്ല. കഞ്ഞി കുടിക്കുന്ന പ്രശ്നമുണ്ടോ? കഞ്ഞി കുടിക്കുന്നു. ചൂട് കഞ്ഞി കുടിച്ചോ, ഉപ്പഴിച്ച് കുടിച്ചോ. എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് അന്ന് അവരോട് പറഞ്ഞാൽ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി തരാം. അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയാ പോരെ? അപ്പൊ താമസം പിന്നെ വേണ്ട. അതാ പറയാൻ പോകുന്നു. അറിയാലോ 11 നിങ്ങൾ കോൺഗ്രസിനുള്ള സാധനമൊക്കെ മേടിച്ചെടുത്തായിരുന്നു. ലിസ്റ്റ് ഞാൻ തന്നായിരുന്നല്ലോ. നിങ്ങൾ ഇഷ്ടം തരാന്നേ പറഞ്ഞ് തന്നില്ല. ഞാൻ ഫോണിൽ കളിച്ചിട്ട് പറഞ്ഞേ. അത് കുറിച്ചോ. ഞാനിത് കൂട്ടാൻ പോവാ. നീ കുഴക്കേ. പിന്നെ ഇത് നമുക്ക് വേണ്ടിയതേ പറ. 1 ലോഡ് പിക്കപ്പ്. 1 ലോഡ് പിക്കപ്പ്. പിക്കപ്പിന് 1 ലോഡ് മാനല്ലേ? എത്ര രൂപയാവും? അതിന് 6000 രൂപ ആവും. 10,000 രൂപയാവോ? പിന്നെ 6000 രൂപ. സിമെന്റ് 3 ആക്ക്. 13 15,500. അത്രയാവോ? അതൊക്കെ അത്ര ആകുമോ? ആരാ കിടക്കുന്നത്? പിന്നെ പണി നടക്കണ്ടേ? നടക്കണ്ടയോ? അതെഴുതിയാച്ചോ. കമ്പി 2 കെട്ട്. എത്ര രൂപയാവും? 7500. ഇവിടെ കൊടക്കമ്പി ഇരിപ്പുണ്ട്. ഇത് കിളിക്കൂടാന്നോ പണി? അടുത്തത് ചിപ്സ് 3 കൊട്ട. ചിപ്സ് 3 കൊട്ട. എത്ര രൂപയാവും? 6000 രൂപ. ചിപ്സിനോ? ഒരു കാര്യം ചെയ്യുന്നല്ലോ, 2 പാണ്ടിക്കോളം മേടിച്ച് നമുക്ക് വറുത്ത് തന്നാ പോരെ? ഉപ്പേരിട്ടാണോ ഇത് വാർക്കുന്നേ? പിന്നെ എന്താ ചിപ്സ് വേണമെന്ന് പറഞ്ഞു? ആ ചിപ്സ് അല്ല, ചെറിയ മിറ്റിലില്ലയോ, അത് വേണമെന്ന് പറഞ്ഞു. അത് വേണം. അയ്യോ മോട്ടർ ഇട്ടേക്കോ, നിർത്തിയില്ല ഞാൻ. എന്നാ പൊക്ക ഉടനെ ഇങ്ങോട്ട് സുരേഷേ ഇങ്ങോട്ട് വരുത്തണ്ടേ ഇപ്പൊ. സാറേ ഞങ്ങളുടെ പണിസാധനം ഇരിക്കുന്നില്ലേ അവിടെ? ആ ഷെഡിനകത്ത് കന്നിമൂല കിടപ്പുണ്ട്, അതുകൂടെ എടുത്തോണ്ട് പോരും. ഇപ്പഴേ വരത്തില്ല. ഇരിക്കല്ലേ. ഇതെങ്ങനെ വെക്കുന്നതിന് വല്ല അറിയോ? എനിക്കൊരു ഐഡിയ. ഹലോ, ഞാൻ ഇപ്പം വീഡിയോ കോള് കാണിക്കാം. അവർ പണി ചെയ്യുന്നുണ്ട്. പണി ചെയ്യുന്നുണ്ട്. ഹലോ ഞാനാ മേശിരി. ഹലോ ഹലോ സോമോ. സാറേ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എന്താ? നേരത്തെ സോമൻ അവിടെ നിന്നായിരുന്നോ? ഇല്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. സോമൻ അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതെന്ത് സംഭവം അറിയോ? അത് കുമ്പിളിലിസം എന്ന് പറയും. അതായത് നമ്മുടെ ഈ നന്ദനത്തിനകത്ത് ജഗതിച്ചാട്ടിനും ഇതേ അസുഖമായിരുന്നു. അത് മാറി, പക്ഷെ ഇത് നിൽക്കും. അയ്യോ എന്തോ ചെയ്യുന്നത്. സമയം പോന്നു കേട്ടോ. സമയം ഇനിയോട് 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റ് 31 സാറൊന്ന് പിടിച്ചോ. ഇവിടുന്ന് ചാന്തേന്ന് വിളിക്കരുത്. എന്നാ? രഘുവിന്റെ ഭാര്യയുടെ പേരാ. അവൾ കേക്കായിരിക്കും ആയാലും വിളിച്ച് വരാൻ എന്നെ കൊണ്ട്. വേറെ വല്ലതും പരിച്ച് വിളിയാനെ. വേറെ പേരോ? പിസ്ത. പിടിച്ചോളെ കൊണ്ടുവാ സാറേ. സമയം പോന്നു. ഞാൻ പോയി കുറച്ചുകൂടെ തൂക്കട്ടെ. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 1 മിനിറ്റ് ഇപ്പൊ ആവുന്നു. നിങ്ങൾ തിരുതി വെച്ചാ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. സുരേഷ് വന്നേ. കൊണ്ടുവാ സാറേ. തൂക്ക് നോക്ക. ഇവിടെ വെച്ചോ. പെട്ടെന്ന് തൂക്ക് നോക്കി. അതൊന്ന് തൂക്ക് നോക്കിയോ. ഇതെന്നാണ് ഇത്രയും ഹൈറ്റ് കയറി നിൽക്കുന്ന ഇനി ഒരു തൂക്കാൻ? പിന്നെ പ്രോപ്പർട്ടി യൂസ് ചെയ്യണ്ടേ? സമയമില്ല. സമയത്ത് സമയം പോകുന്നു. കട്ടള വെക്കാൻ നോക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്,
ഇങ്ങനെ ഇറങ്ങുക നമുക്ക് അത്ര നോക്കാം എന്നെ കണ്ട് തനിയെ ഇരുന്ന് ഉറങ്ങുക പെട്ടെന്ന് നമ്മളെ കാണിക്കാനുള്ളത് എടുക്കല എടിയേ നമ്മളെ വീടിന്റെ കട്ടള വെക്കാൻ പോവാ നോക്കിക്കോ ഓക്കെ നോക്ക് 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 നോക്കിയേ കട്ടള വെക്കാൻ നമ്മുടെ സ്വപ്നം സ്വപ്നം നോക്കിയേ 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 നോക്ക് 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 കണ്ട കണ്ട ഇപ്പൊ എന്താ എന്താ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വീഡിയോ കണ്ട ഞാൻ ഫോട്ടോ എടുക്കണേ അയ്യോ ഇതെങ്ങനെ കട്ടള വെച്ചേക്കുന്നത് പുള്ളിക്കാരിയെ കാണീര് ഇതോ ഇതല്ല ഞങ്ങളെ കട്ടള വെച്ചതേ വെച്ച് വരുന്നല്ലേ ഉള്ളൂ ചെറുതാള് വിളിച്ച് കാണീരേ ഓരോ ഇനി വീട് പണി ഓരോരുത്തര സമയം കഴിഞ്ഞ കട്ടള എന്തോ കാണിക്കും ഈ മേശരി എന്റെ ചേട്ടാ സുരേഷ് നീ ഒരു കാര്യം ചെയ്യ് ഞാനിപ്പോ ഒരു മിനിറ്റ് എന്താ ഞാനിപ്പോ സാറാ ഞങ്ങളല്ലേ പണിയില്ല ഞങ്ങളിത് പെട്ടെന്ന് പണിയത്തില്ല സമയം കഴിഞ്ഞു വായിക്കോളെ അതാ ഞാൻ പറഞ്ഞു വന്നപ്പോഴേ പറഞ്ഞില്ലയോ എന്തുവാ പുള്ളിക്കാരൻ ഭയങ്കര തേപ്പാന്ന് സോമ ആ